ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ സയന്റിസ്റ്റ് ആണ്. ഉറപ്പായിട്ടും അതിന്റെ അർത്ഥം എനിക്ക് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ എങ്ങനെയായാലും ഞങ്ങൾക്ക് ഒന്നും അറിവില്ലാതാണ്. കാരണം ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രത്തോളം കണ്ടുപിടിക്കാൻ നോക്കുന്നു അതിന്റെ അപ്പുറത്താണ് ശരീരത്തിന്റെ കളികൾ. ഹാർട്ടിലത്തെ ബ്ലോക്ക് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിലുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ്, നഴ്സുമാർ ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഹാർട്ടിന്റെ ബ്ലോക്ക് കാണാന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം അഴിക്കുക. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തോ തലച്ചോറിന്റെ ഭാഗത്തോ കാലിന്റെ ഭാഗത്തോ ഏത് ഭാഗത്താണ് ഈ ബ്ലോക്ക് വന്നതെന്ന് കണ്ടുപിടിക്കാൻ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? മെഡിക്കൽ സയൻസ് ഇപ്പോഴും സമ്പൂർണ്ണമായിട്ടില്ല. ഇവിടെ നോക്കാം, ബ്രെയിനിന്റെ ഭാഗത്ത് ഈ ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ടിലത്തെ ബ്ലോക്ക് കാണാം, പക്ഷെ ബ്രെയിനിന്റെ ബ്ലോക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഏത് ഭാഗത്താണ് ബ്ലോക്ക് വരുന്നത് ആ ഭാഗത്താണ് പ്രശ്നം. കോമൺ ആയിട്ട് രണ്ട് തരം ബ്ലോക്കുകൾ ഉണ്ടാവാം, രണ്ട് തരം സ്ട്രോക്ക് ഉണ്ടാവാട്ട. മനസ്സിലാക്കണം. ഒന്ന് ഇക്സെമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഒന്ന് ഹെമോറെജിക് സ്ട്രോക്ക്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ബ്ലഡ് ലീക്ക് കാരണം കൊണ്ട് ആക്സിഡന്റ് കേസുകളിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് ഇങ്ങനത്തെ സ്ട്രോക്കാ. അതാണ് എമർജൻസിയിൽ CT സ്കാൻ. ഹാർട്ട് ബ്ലോക്ക് കാരണം കൊണ്ട് അതേപോലത്തെ ബ്ലോക്ക് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇക്സെമിക് സ്ട്രോക്ക്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് സമയത്തിൽ കാണിച്ചാൽ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അപ്പൊ ബ്ലഡ് അമിതമായിട്ട് ലീക്ക് വരുമ്പോഴും തലയിൽ സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ബ്ലഡ് നോക്കുക, ബ്രെയിനിന്റെ ഭാഗത്ത് ഇതേ ഹാർട്ടിൽ ഉണ്ടാവണ പോലെ തന്നെ പ്ലാക്ക് കെട്ടിക്കിടക്കാണ്. അതുകൊണ്ട് ആ രക്തകോശങ്ങൾ ഡാമേജ് വരുമ്പോൾ ആ കുഴല് ബ്ലോക്കായി. ഇത് ബ്ലോക്ക് ആവുന്ന സമയത്ത് നോക്കുക, ചില ആൾക്കാർക്ക് എങ്ങനെ ആർട്ടിയൽ ഫൈബ്രിലേഷൻ എന്നാണ് പറയാ. എന്താണ് ആർട്രിയൽ ഫൈബ്രിലേഷൻ? ഹാർട്ടില് ഒരു ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ പതുക്കെ ഈ ഹാർട്ട് അടിക്കാനനുസരിച്ചിട്ട് ആ ബ്ലോക്ക് മുന്നോട്ട് കയറിയിട്ട് അവൻ തലച്ചോറിലേക്കാണ് കയറുന്നത്. അത് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് അടഞ്ഞു കഴിഞ്ഞാൽ അവൻ പണി. രക്തത്തിന്റെ ലീക്ക് വരുന്ന സമയത്ത് വേറെ രൂപമാണ്. ബ്ലഡ് പ്രഷർ ഹൈ ആയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവാറുണ്ട്. പലർക്കും കണ്ണീന്നൊക്കെ രക്തം വരും, ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആയി. എന്താണ് അത്? ഡേഞ്ചറസ് ആണ്. അവർ അത്രയ്ക്കും ടൂ മച്ച് ഓഫ് ബ്ലഡ് തിന്നേഴ്സ്. അപ്പൊ വല്ലാണ്ട് ഹാർട്ടിന്റെ ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് ഓവറായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ പല ടൈപ്പുകൾ ബ്ലോക്കുകൾ ഉണ്ട്. ഇത് വെറും 2-3 മാത്രം ഞാൻ പറയുന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ഇവിടെ നോക്കാം, ഈ ബ്ലോക്ക് വരുന്ന സമയത്ത് നോർമലി മെഡിസിൻസിൽ, ഇതൊക്കെ എമർജൻസി കേസുകളാണ്, ഇത് വരാണ്ടിരിക്കാനുള്ള എക്സ്പ്ലനേഷൻ ആണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ഇത് ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് പാരലിസിസ് ഓഫ് മസിൽസ് ഓഫ് ഫേസ്, ആംസ് ഓർ ലെഗ്സ്. ഈ ക്ലാസ് പ്രത്യേകിച്ച് എല്ലാവരും ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഞാൻ പറയാ. അനവധി ആൾക്കാർ ഇതേപോലെ ക്ലാസ് കേട്ടിട്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, അനവധി ആൾക്കാർ. കാരണം അവർ ഒരു പക്ഷെ പ്രൊഡക്റ്റ് മേടിക്കൊന്നുമല്ല, അവരെ മുഖത്തിന്റെ ഒരു സൈഡിൽ അവർക്ക് തണുപ്പ് ഫീൽ ചെയ്യും. മുഖത്തിന്റെ ഒരു ഭാഗത്ത് സൈഡിൽ തൊട്ട് നോക്കുമ്പോൾ വികാരങ്ങൾ തോന്നില്ല. ചിരിക്കുന്ന സമയത്ത് മുഖം ഒരു സൈഡിലേക്ക് കോടി വരാം, അത് രണ്ടാമത്തെ സിംറ്റം ആണ്. സംസാരിക്കുന്ന സമയത്ത് നാവ് കുഴയാ, മദ്യപാന കാരണം കൊണ്ടല്ല, നാവ്. വളരെ മോശമായ തലവേദന, മൈഗ്രെയിനിന്റെ പോലെ, അതേപോലെ ഛർദ്ദിക്കാൻ വരാ, തല ചിറ്റ. ചിലവർക്ക് അത് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ കണക്കാണ്. ഇതൊക്കെ 3 ദിവസം സ്ട്രോക്ക് ഉണ്ടാവണതിന്റെ 3 ദിവസം മുൻപേ കാണുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, വീണ്ടും ഞാൻ പറയാണ്, 3 ദിവസം മുൻപേ സ്ട്രോക്ക് ഉണ്ടാവണതിന്റെ ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കൊടുക്കും. ഈ ഞാനീ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി കൺസൾട്ട് ചെയ്യണം. ബ്ലോക്കുകൾ കാരണം കൊണ്ടാണ് വെച്ചാൽ അതിൽ ആസ്പിരിൻ പോലെയുള്ള മെഡിസിൻസ് കൊടുത്താൽ, ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്താൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്ട്രോക്ക് ഉണ്ടാവണ 3 ദിവസം മുൻപേ അത് അറിയും. സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും 3 മണിക്കൂറിന്റെ ഉള്ളിൽ ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പല കൈ വഴിക്ക് കൊടുക്കാം, തൊട വഴിക്ക് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ബ്ലോക്ക് ക്ലിയർ ആവും. പക്ഷെ ഈ സ്ട്രോക്ക് വന്നത് എന്താ കാരണം എന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. കോമൺ ആയിട്ട് സാധാരണ മനുഷ്യന്റെ ബ്ലോക്ക് കാരണം കൊണ്ടാണ്, പക്ഷെ ആക്സിഡന്റ് കാരണം കൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോണ സമയത്ത് ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, തല എവിടെയെങ്കിലും ഇടിച്ചോ, തല കറങ്ങി വീണോ, കാരണവന്മാരോ ഒരു പക്ഷെ ബാത്റൂമിൽ തല ഇടിച്ചിട്ടുണ്ടാവും, നമുക്ക് അറിയില്ല. നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അവര് ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ പേഷ്യന്റിന് ബുദ്ധിമുട്ടാ. എന്താ കാരണം? ബ്ലോക്ക് അല്ല ഇയാൾക്ക് പ്രശ്നം, ഇയാൾക്ക് ഉണ്ടായത് ഹെമോറേജിക് പ്രശ്നമാണ്, പറഞ്ഞാൽ ബ്ലഡിന്റെ ലീക്കിന്റെ പ്രശ്നമാണ് ഉണ്ടായത്. അവിടെ ഇങ്ങനത്തെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ വഷളാവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയഗ്നോസിസ് വളരെ ക്ലിയർ ആയിട്ട്. അങ്ങനത്തെ കേസുകളിൽ സർജറി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആക്സിഡന്റ് കേസുകളിൽ, തലയിടിച്ച കേസുകളിലൊക്കെ സർജറിയിലേക്ക് പോകാനുള്ള കാരണം. അപ്പൊ പലതരത്തിലുള്ള സർജറി ഉണ്ട്. ഓപ്പൺ സർജറികളിൽ ആ ബ്ലോക്കിനെ ക്ലിയർ ചെയ്യും. സ്റ്റെന്റിങ് വെച്ചിട്ട് അവർക്ക് കളയാൻ പറ്റുകയാണെങ്കിൽ അവർ ആ വഴിക്ക് ഈ ബ്ലോക്കുകൾ അവർ കളഞ്ഞു തരും.